നസ്ലിന്റെ പുതിയ ലുക്ക് കണ്ടിട്ട് കാണാൻ ബംഗാളിയെ പോലുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടുള്ള കുറെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത് കണ്ടിരുന്നു. അപ്പോഴാണ് ഒരാൾ നസ്ലീനോട് നേരിട്ട് വിളിച്ച് പറയുന്നത് കാണാൻ ബംഗാളിയെ പോലുണ്ട് എന്ന്. അതും നസ്ലീൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പബ്ലിക്കായി ഒരു ആൾക്കൂട്ടത്തിൽ വെച്ചാണ് ഈ വിളിച്ചു പറച്ചത്. നസ്ലീൻ ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞ് അതിനെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. പബ്ലിക്കായി നിന്നെ കാണാൻ ബംഗാളിയെ പോലുണ്ട് എന്ന് ഒരു മലയാളി ഒരാളെ കളിയാക്കി പറയുമെന്ന് ഇതുവരെയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനൊക്കെയുള്ള വകതിരിവ് നമുക്കുണ്ട് എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. വേണമെങ്കിൽ പറയാം അത് കളിയാക്കിയതല്ല, ഒരു ഫാക്ട് പറഞ്ഞതാണ് എന്നൊക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആഗോളതലത്തിൽ വ്യാപകമാകുന്ന മറ്റൊരു ട്രെൻഡ് ഉണ്ട്. What race would you not date? Indian. What race would you not date? Indian. You don't like Indian. Indian. Hey. Indian. Indian? ലോകത്തിലെ ഏറ്റവും അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള റേസ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുന്ന ട്രെൻഡാണത്. ഒരിക്കലും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത റേസ് ഏതാണെന്ന് ചോദിച്ചാലും ഇതാണ് ഉത്തരം. നേരത്തെ ബംഗാളി എന്ന് പറഞ്ഞ് കളിയാക്കിയും ട്രോളിറക്കിയും രസിച്ചവർക്ക് ഒരുപക്ഷെ ഇത് കേട്ട പുള്ളുമായിരിക്കും. അവർക്ക് വേണമെങ്കിൽ വാദിക്കാം ഇതൊരു ഫാക്ട് ആണ്, അല്ലാതെ റേസിസം ഒന്നുമല്ല എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ ഇത് രണ്ടും റേസിസം പോലുള്ള ഒരു ചീഞ്ഞ പരിപാടി തന്നെയാണ്. ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഏറ്റവും കൂടുതൽ റേസിസം അനുഭവിക്കുന്ന ഒരു കാലമാണിത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യക്കാരും ഒട്ടും മോശമല്ല, അവർ പരസ്പരവും പിന്നെ ഇന്ത്യയിലോട്ട് വരുന്ന വെള്ളക്കാരല്ലാത്ത മറ്റുള്ളവരോടും റേസിസം കാണിക്കുന്നവരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും വാദിക്കാറുള്ളത്. ബംഗാളി, പാണ്ഡി അങ്ങനെ മലയാളികൾ മറ്റ് ഇന്ത്യക്കാരെ കളിയാക്കാൻ പ്രയോഗിക്കുന്ന വാക്കുകൾ നമുക്കും അറിയാമല്ലോ. ഇപ്പൊ അയർലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന റേസിസം, അബ്യൂസ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നന്നായി പോയി, അവർക്ക് അത് തന്നെ കിട്ടണമെന്ന് പറയുന്നത് മറ്റുള്ളവർ മാത്രമല്ല ഇന്ത്യക്കാർ കൂടിയാണ്. അതായത് റേസിസത്തെ അനുകൂലിക്കുകയാണ് പലരും, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അനുഭവിക്കട്ടെ എന്നൊരു ലൈൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഒരാളെ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലുന്നവർക്ക് എന്ത് സിവിക് സെൻസ് ആണുള്ളത്? അവരെ ന്യായീകരിക്കാൻ ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് തല്ല് കിട്ടുന്നത് എന്ന് പറയാൻ കഴിയുന്നതൊക്കെ ഒരു തരത്തിൽ ഒരു സ്ലേവ് മെന്റാലിറ്റി തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരിൽ കുറേയധികം പ്രവാസികൾ ഉണ്ടാകും. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാസികൾക്ക് പെട്ടെന്ന് മരണം പോലൊരു അത്യാഹിതം, ക്യാൻസർ പോലൊരു അസുഖമൊക്കെ വന്നാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത താളം തെറ്റും. അപ്പൊ ഇത്തരം അൺസർട്ടനിറ്റിയിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ ഏറ്റവും ശരിയായ മാർഗം കുറഞ്ഞ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് എടുത്തു വെക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്തെക്കാൾ 30 മുതൽ 50% കുറഞ്ഞ ചെലവിൽ ടേം പ്ലാനുകൾ എടുക്കാം. ഉദാഹരണത്തിന് മാസം പ്രീമിയം 823 രൂപയിൽ തുടങ്ങുന്ന 2 കോടി കവറേജ് നൽകുന്ന പ്ലാൻ ഒക്കെ മാർക്കറ്റിലുണ്ട്. പിന്നെ നിങ്ങൾ ഇന്ത്യയിൽ നിന്നും ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്തെടുക്കണം. അതിനുവേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ആനുവലി പ്രീമിയം അടച്ചാൽ 5% വരെ ഡിസ്കൗണ്ടോടെ ആകെ 23% വരെ ലാഭത്തിൽ പ്രവാസികൾക്ക് ഇവിടെ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാം. ഇനി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കും. സോ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രവാസികൾ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ബംഗാളി എന്ന് വിളിക്കുന്നതൊക്കെ ഒരു ഇൻസൾട്ട് ആണോ എന്നൊക്കെ ചില നിഷ്കളങ്കർ ചോദിക്കുന്നത് കണ്ടു. ഒരിക്കലുമല്ല. പക്ഷെ കളിയാക്കലാണ് ഉദ്ദേശമെങ്കിൽ അത് ഇൻസൾട്ട് ആണ്, ബംഗാളികളെ ഇൻസൾട്ട് ചെയ്യലാണ്. നമ്മളെ മിസ്റെപ്രസെന്റ് ചെയ്യുമ്പോൾ, നമ്മുടെ സിനിമകളിലൂടെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരും, നമ്മൾ പ്രതികരിക്കും. പക്ഷെ ബംഗാളി എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവരെ കളിയാക്കും. അതൊരു ഒന്നാം തരം ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇന്ത്യക്കാർക്കെതിരെയുള്ള അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ ഇത്തരം അബ്യൂസുകൾ പരസ്പരം നടത്തുന്നത് എന്നോർക്കണം. Consider the horrific attack on the 6-year-old Indian girl, right? We all heard on the news now in Ireland. They rammed a bicycle wheel into her private parts while screaming, "Dirty Indians, go back to your country." 6 വയസ്സുള്ള ഒരു ഇന്ത്യൻ കുട്ടിയെ ആക്രമിച്ച വാർത്ത ഒരുപക്ഷെ പലരും അറിഞ്ഞു കാണില്ല. ഒരു സൈക്കിൾ എടുത്ത് ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ ഇടിച്ച് "ഗോ ബാക്ക് ടു ഇന്ത്യ" എന്ന് പറഞ്ഞ് ആക്രമിച്ചു എന്നാണ് കേസ്. ഒരു ഇന്ത്യക്കാരനെ തല്ലി അയാളുടെ കുപ്പായം ഊരി എറിഞ്ഞ് അയാൾ സ്ട്രഗിൾ ചെയ്യുന്നത് വീഡിയോയിൽ പകർത്തിയതാണ് മറ്റൊരു കേസ്. അങ്ങനെ കേസുകൾ കൂടിക്കൂടി വരികയാണ്. എന്താണ് കാരണം? ആക്രമിക്കുന്നവരിൽ പലരും ടീനേജേഴ്സ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാരെ പരിഹസിക്കുന്നത് കണ്ട് അതാണ് ഇന്ത്യക്കാർ, അവരെ ഉപദ്രവിക്കുന്നത് കൂളാണ് എന്നൊരു മെന്റൽ സ്റ്റേറ്റിൽ എത്തിയവരാണ് അവർ. അതായത് സോഷ്യൽ മീഡിയ സ്റ്റീരിയോ ടൈപ്പുകൾ അപ്പടി വിശ്വസിച്ചവർ. നമ്മുടെ നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. നമ്മൾ ബംഗാളി, പാണ്ഡി അങ്ങനെ വെറുപ്പ്, പരിഹാസമൊക്കെ നിറച്ച് പല സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീനേജ് കുട്ടികൾ ഈ പരിഹാസങ്ങൾ കണ്ട് ഇതൊക്കെ റിയാലിറ്റി ആണെന്ന് കരുതി അവരെ അടിക്കുന്നത് കൂളാണ് എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാക്കി വിടുന്ന നമ്മളെ തന്നെ. ഏതെങ്കിലും വിഭാഗം ജനങ്ങളെ അവർ മനുഷ്യരല്ല, അവർ നമ്മളിലും താഴ്ന്നവരാണ് എന്ന രീതിയിലൊക്കെ ഒരു സോഷ്യൽ ഇമേജ് സൃഷ്ടിച്ചെടുത്ത് വെറുപ്പും പരിഹാസവും അവർക്കെതിരെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മൾക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്നാണ്. നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടേ അത് തെറ്റാണ്, ചെയ്യരുത് എന്ന്. വിവേചനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് മാത്രമല്ല ബഹുദൂരം മുമ്പിലാണെന്ന് തെളിയിക്കുന്ന ഒരുപാട്
ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ട്. വിദേശികളായ ടൂറിസ്റ്റുകളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കൽ, കറുത്ത തൊലിയുള്ളവരെ അധിക്ഷേപിക്കൽ, Who are you? अरे who are you तो छोड़ तू racism. अरे racism तो ठीक है तू വിദേശികളെ അന്യായമായ രീതിയിൽ ഊറ്റൽ, വിദേശത്തുള്ള പ്രായമായവരെ വിളിച്ച് സ്കാം ചെയ്ത് പൈസ തട്ടൽ, ഇതൊക്കെയാണ് ഇന്ത്യക്കാർക്കെതിരെയുള്ള ആക്രമണത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യക്കാരെ കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ. ഒപ്പം വിദേശത്ത് അൺസിവിലൈസ്ഡ് ആയി പെരുമാറുന്ന ചില ഇന്ത്യൻ കൂട്ടങ്ങളെയും മുൻനിർത്തി ഇവർ ഇന്ത്യക്കാരെ അസോൾട്ട് ചെയ്യൽ മോറലി ഓക്കെ ആണെന്ന് വാദിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ മൊത്തം നാളെ മുതൽ ഇത്തരം കലാപരിപാടികൾ മാറ്റിവെച്ച് നല്ലവരായി മാറിയാൽ നമുക്കെതിരെ ലോകം മൊത്തം കാണിക്കുന്ന വിവേചനവും ഇല്ലാതാകുമെന്നല്ല പറയുന്നത്. എല്ലായ്പ്പോഴും ഇത്തരം വിവേചനം, ഹേറ്റ് ക്രൈം ഇതൊക്കെ നടത്തുന്നത് പലപ്പോഴും ആ രാജ്യത്തെ ഏറ്റവും മോശം ചില ആളുകൾ മാത്രമായിരിക്കും. Issues immigration for you. Well, but I can't get a job. They come to this country and they just get a job just like that. So when you apply, what do they say to you? Well, I've got a criminal record. Assault. Yeah. How long ago? Well, I've been out of prison now 3 years now. And so you blame immigrants rather than your criminal record? പക്ഷെ പുറത്ത് ആ വാർത്ത എത്തുമ്പോൾ അവരായിരിക്കും ആ സമയത്ത് ആ രാജ്യത്തെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് പുറത്തുനിന്ന് വരുന്ന കറുത്ത വംശജരായ ടൂറിസ്റ്റിനോട് ഇന്ത്യയിലെ ഏറ്റവും ബോധവും വെളിവുമില്ലാത്തവർ മോശമായി പെരുമാറുമ്പോൾ അവരുടെ മൊത്തം മനസ്സിൽ ഇന്ത്യ ഒരു മോശം സ്ഥലമാകും. ഇന്ത്യ മൊത്തം ഇത്തരം വിവേചനം കൊണ്ട് നടക്കുന്നവരാണ് എന്ന ചിന്ത വരും. പിന്നീട് ഇന്ത്യക്കാർക്കെതിരെ ഒരു അക്രമം വേറൊരു രാജ്യത്ത് നടന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരനല്ലേ, അയാൾ കുറച്ചൊക്കെ അർഹിക്കുന്നുണ്ട് എന്ന് പോലും അവർക്ക് തോന്നിയേക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബംഗാളി എന്ന ഐഡന്റിറ്റിയെ എത്ര മോശമായാണ് ആളുകൾ കളിയാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നോക്കൂ. പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് നമ്മുടെ നാട്ടിലെ ബംഗാളിയുടെ വിലയെ അവിടെയുള്ളവർ കൊടുക്കൂ എന്നൊക്കെ ഇത്തരക്കാർ എഴുതി വിടുന്നത് തന്നെ അവരുടെ ഉള്ളിലെ ക്ലാസിസമാണ് കാണിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ജോലി ചെയ്ത് കൂലി വാങ്ങുന്ന എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുക? എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ നമ്മളിപ്പോഴും മറ്റുള്ളവരെക്കാൾ ഒരുപാട് പുറകിലാണ് എന്നാണ്. അപ്പൊ എന്താണ് പുറത്ത് ഇന്ത്യക്കാർക്ക് നേരെ നടക്കുന്ന റേസിസ്റ്റ് ആക്രമണങ്ങളെ കുറിച്ചും നമ്മുടെ ഇടയിൽ തന്നെ കണ്ടുവരുന്ന റേസിസത്തെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാസികൾ നിർബന്ധമായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് 23% വരെ ലാഭത്തോടെ NRIസിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് കമന്റിലുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാ പ്രവാസികളും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കും. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.